നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കാൻ പോലും അബിക്ക് പറ്റുന്നില്ല. കമ്പനിയുടെ കാര്യമല്ലേ ചേച്ചി, നമ്മൾ ശ്രദ്ധിക്കേണ്ടടുത്ത് നമ്മൾ തന്നെ വേണ്ടി ശ്രദ്ധിക്കാൻ. അച്ഛന്റെ ഷെയറിലുള്ള കമ്പനി ആയതുകൊണ്ട് അബിക്ക് തന്നെയായിരിക്കും കമ്പനിയുടെ ചുമതല. അമ്പാലിക അതിന് സമ്മതിക്കോ? സമ്മതിക്കാതിരിക്കാൻ എന്താ, അച്ഛന്റെ തീരുമാനമല്ലേ. എന്നാ നല്ലത്. ഡോക്ടറെ കണ്ടോ സൂര്യ? കണ്ടു. എന്ത് പറഞ്ഞു? വാ പറയാം. വാ. മോളെ, സൂര്യ ഭാവനെ വിളിച്ചിരുന്നോ? ഇല്ല ആന്റി, അങ്ങോട്ട് വിളിക്കണോ? വേണ്ട, അവരിങ്ങോട്ട് വിളിക്കുമെന്ന് നോക്കാലോ. ചിലപ്പോ എല്ലാം കഴിഞ്ഞതിന് ശേഷം വിളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും അമ്പാലിക കൂടി പോകാത്തത് എന്താന്നാ മനസ്സിലാവാത്തെ? അബി ഇവിടെ ഇല്ലാത്തതല്ലേ? അത് ചിലപ്പോ ഭാവനയെ സൂര്യൻ ഫേസ് ചെയ്യാൻ മടിച്ചിട്ടാവും ആന്റി. ആന്റിയോട് കാശ് ചോദിച്ചു വാങ്ങാൻ നോക്കിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അവൾ എത്ര നാളിങ്ങനെ ഒളിപ്പിച്ചു വെക്കും? ഇത് അതൊന്നും ആയിരിക്കില്ല. അവളുടെ മനസ്സിൽ വേറെന്തോ കാണും. ഭാമ ആ ചെക്ക് വാങ്ങി ഇവിടേക്ക് വരുമെന്ന് അവരൊരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ആന്റി. അവിടെയാണ് അവർക്ക് തെറ്റിയത്. ഇനിയിപ്പോ ഭാമയെ തിരികെ കൊണ്ടാക്കിയിട്ടല്ലേ അവര് വരൂ. അപ്പൊ പിന്നെ സമയം എടുക്കുമായിരിക്കും. മോളെ, മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഒരു തടസ്സവും കൂടാതെ നടന്നാ മതിയായിരുന്നു. സൂര്യയുടെയും ഭാവനയുടെയും ഭാഗം ക്ലിയർ ആയില്ലേ ആന്റി? ഇനി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കും. ഞാൻ 1-2 വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി വേണം അതൊക്കെ പോയി ചെയ്യാൻ. ആന്റി പറഞ്ഞാ മതി, ഞാൻ എപ്പോഴും റെഡിയാ. സത്യം പറഞ്ഞ മോൾ എന്നോടൊപ്പം ഉള്ളതാ ഇപ്പൊ എന്റെ ധൈര്യം. ആഹാ, വാ. എന്തായി മോളെ, എല്ലാം ഓക്കെ അല്ലേ? ഇല്ലമ്മേ. ഭാമയ്ക്ക് ഇനിയൊരു ചെക്കപ്പ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു ആന്റി. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല മോളെ, എല്ലാം ഓക്കെ ആണെന്നല്ലേ പറഞ്ഞത്? ഹെൽത്തിന്റെ കാര്യമല്ല ആന്റി, അതെന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. മിനിറ്റുകൾ കഴിയുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഇതത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ലല്ലോ. അത് ശരിയാ. എന്നാലും ഇങ്ങനെ തടസ്സം വരുമ്പോ ഒരു വിഷമം. അമ്മ വെറുതെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ ഡോക്ടർ എന്നെ ഭാമയെ കൊണ്ടുപോകാൻ പറയും. ഭാവനെ, ഇപ്പൊ ഡോക്ടർ എന്താ കാരണം പറയുന്നത്? ഭാമയ്ക്ക് നല്ല വിളർച്ച ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇനിയൊരു ചെക്കപ്പും കൂടി വേണമെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ആ ചെക്കപ്പും കൂടി ഇന്നങ്ങ് ചെയ്യാൻ പാടില്ലായിരുന്നോ? നമുക്ക് ഡോക്ടറോട് അങ്ങനെ പറയാൻ പറ്റുമോ അമ്മേ? വേറെ പ്രശ്നമൊന്നും കാണില്ല ആന്റി. ചെറിയൊരു സംശയം ഉണ്ടെങ്കിലും അത് ക്ലിയർ ആക്കിയിട്ടേ അവര് മുന്നോട്ട് പോകൂ. അമ്മയാകെ മൂഡൌട്ടായല്ലോ. അത് പിന്നെ ആകാതിരിക്കോ? ഇവിടെ പ്രതീക്ഷയോടെ അല്ലേ കാത്തിരുന്നത്. ആന്റി, ഈ കേസൊക്കെ ഇങ്ങനെ തന്നെയാ. ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റൂ. എനിക്ക് ഈ കാര്യത്തിൽ ക്ഷമ കുറവ് തന്നെയാ, അല്ലേ മോനെ? ആന്റി ആന്റി സമാധാനപ്പെട്. 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം പോസിറ്റീവ് ആയാ മതിയായിരുന്നു. ആയിരിക്കും അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കേ. ആന്റിയുടെ കണക്കൂട്ടലുകൾ തെറ്റുമ്പോഴാ ആന്റിക്ക് ടെൻഷൻ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ, എനിക്ക് മാത്രമല്ല. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കുക, വിശക്കുന്നു. ഭാവനെ, എന്നോട് എത്ര തവണ ആന്റി വന്ന് നിങ്ങൾ വിളിച്ചെന്ന് ചോദിച്ചെന്നറിയോ? ആന്റി ഇവിടെ എല്ലാം സക്സസ് ആണെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാലോ. അതുകൊണ്ടാ നേരിട്ട് വന്ന് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ ഇതുവരെ കാത്തിരുന്നില്ലേ, 2 ദിവസം കൂടെ കാത്തിരിക്കാം അല്ലേ? അതെ.
മോളെ എന്തു പറ്റി പാമേ? എന്താ? അറിയില്ലമ്മ, പെട്ടെന്ന് തലകറക്കം വന്നു, വൊമിറ്റുകയും ചെയ്തു. ഇതെന്താ പെട്ടെന്നിങ്ങനെ? രാവിലെ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു, ഇപ്പോഴും തലകറക്കം മാറിയിട്ടില്ല. ആണോ? വാ അങ്ങോട്ടിരിക്ക, വാ. ഇവിടെ ഇരിക്ക. കുടിക്ക. അതെ, ചിലപ്പോ ഗ്യാസിന്റെ ആയിരിക്കും. ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം. അയ്യോ, മാമേ നീ വേഗം റെഡിയാവോ, നമുക്ക് ഡോക്ടറെ കാണാം. വേണ്ടമ്മേ, ഇത് ഗ്യാസിന്റെയോ? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് പോയിട്ട് വരാം. അമ്മ, ഇവിടെ അരുന്ധതി മാത്രല്ലേ ഉള്ളൂ. മോളെ അരുന്ധതി നോക്കിക്കോളും. നീ വേഗം റെഡിയാവ്. ഞാനും പോയി റെഡിയായിട്ട് വരാം. വാ. വേണ്ടമ്മേ. വേണം, നമുക്ക് പോയി ഡോക്ടറെ കാണണം. അല്ലെങ്കിലും നാളെ നമ്മൾ പോകാനിരുന്നല്ലേ. വാ, റെഡിയാവും. വാ. ഈശ്വര, പെട്ടെന്ന് എന്താ ഇങ്ങനെ?